യെസ്. ഗുഡ് മോർണിംഗ് സർ. യെസ്. കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. ഓക്കെ. ഏത് കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? MA സൈക്കോളജി, MSc സൈക്കോളജി സ്റ്റുഡൻസ് ആണ്. ഓ ഓ ഓ. അത് എങ്ങനെയാണ് അതിന്റെ പ്രാക്ടിക്കൽസ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് അറിയാനാണ്. ഓക്കെ, ഫൈൻ ഫൈൻ. സത്യത്തിൽ ഈ MA സൈക്കോളജി, MSc സൈക്കോളജി എന്ന് പറയുന്നത് അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. വളരെ ലഘുവായ ഒരു സംഗതിയാണ്. നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ള ഒരു പ്രചാരം നേടിയ ഒരു സംഗതിയാണ് MSc എന്ന് പറഞ്ഞാൽ ഒരു കൊമ്പ് കൂടുതലാണ് എന്നും MA എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല എന്നുമുള്ള ഒരു ധാരണ. അത് തെറ്റാണ്. നമ്മുടെ നാട്ടിൽ BTech എന്ന് പറയും. തമിഴ്നാട്ടിലാണെങ്കിലോ അത് BE ആണ്. രണ്ടും ഒന്ന് തന്നെയാണ്. BE തന്നെയാണ് BTech. അത് പേരിലൊന്നും ഇപ്പം എല്ലാം സയൻറ്റിഫിക്കൽ ആർട്സ്, ആർട്ടിഫിഷ്യൽ സയൻസ്, ആ ഒരു കാഴ്ചപ്പാടാണ്. കുറച്ചും കൂടി ലളിതമായി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 10ാം ക്ലാസ് 10 സബ്ജക്റ്റ് പഠിക്കുന്ന സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, അതിനെയും 10ാം ക്ലാസ് എന്ന് പറയും. CBSE വെറും 6 സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. ആ 6 സബ്ജക്റ്റ് പഠിക്കുന്നതിന് മെട്രിക്കുലേഷൻ എന്നാണ് പറയുക. അതിനെയും സെക്കൻഡറി ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുകയുള്ളൂ. അപ്പോൾ 10ാം ക്ലാസ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 പറയുന്നത്. അത്രയേ ഉള്ളൂ. അതിൽ വേറെ ഒരു പ്രത്യേക വിശേഷമില്ല. ഓരോ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഓരോ പേര് നാമകരണം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാം മാസ്റ്റർ ലെവൽ, PG ലെവൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ, ഗ്രാജുവേഷന് ശേഷം എന്നുള്ള ആ ഒരു അർത്ഥം മാത്രമേ കാണേണ്ടതുള്ളൂ. യെസ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പ്രോജക്റ്റ് ഒക്കെ എങ്ങനെയാണ് സർ? അതായത് ഈ സ്ഥാപനത്തെ പറ്റി ഒരു 2 വാക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരളയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഒരു രജിസ്റ്റേർഡ് സ്ഥാപനമാണ്. സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. CBS. സ്ഥാപനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പ്രോപ്പറായി MA MSc സൈക്കോളജികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എങ്കിലും ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും അവരുടേതായിട്ടുള്ള അച്ചീവ്മെൻറ്റ് കൃത്യമായി നേടിയിട്ടില്ല എന്നുള്ളത് പല ഘട്ടങ്ങളിലൂടെ എനിക്ക് അനുഭവമാണ്. ഞാൻ ഇഗ്നോയിൽ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. ഇഗ്നോയിലെ MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ, അതുപോലെ തന്നെ തൃശ്ശൂരിലെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ, ഇഗ്നോയുടെ തന്നെ സ്റ്റഡി സെൻറ്ററുകളിൽ ഞാൻ അക്കാഡമിക് കൗൺസിലറുമാണ്. പോകാൻ നേരത്ത് ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ്സ് നിങ്ങൾക്ക് തരാം. ഒരുപാട് നല്ല സംഗതികളാണ് ഇപ്പോൾ ചോദിച്ചത്, ഈ പ്രോജക്റ്റുകൾ എന്ത് എന്നുള്ളത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം എല്ലാ വിദ്യാർത്ഥികളും ഡിഗ്രി PG തലത്തിൽ അവരവരുടെ ക്രെഡിറ്റുകൾ കൃത്യമായി അച്ചീവ് ചെയ്യുക എന്നുള്ള നിലക്ക് ചില വിഷയങ്ങൾക്ക് പ്രോജക്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. പ്രോജക്റ്റുകളുടെ ഭാഗമായി റെക്കോർഡ്സുകൾ, പ്രാക്ടിക്കൽസ്, വൈവാവോസി ഒരു അസൈൻമെൻറ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല. സത്യത്തിൽ നമ്മുടെ കുട്ടികൾ 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 10ാം ക്ലാസ്സിലൊക്കെ പ്രോജക്റ്റുകൾ, മിനി പ്രോജക്റ്റ് എന്നുള്ള രൂപത്തിൽ ടീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സിലബസ് ഓറിയൻറ്റഡായി ചോദിച്ചാൽ ഞാൻ കൃത്യമായി അതിൻ്റെ ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. എത്ര പേപ്പേഴ്സാണ് സർ ഉള്ളത്? ഇഗ്നോയിൽ MA സൈക്കോളജി ഫസ്റ്റ് ഇയറിൽ 6 തിയറി പേപ്പറും ഒരു പ്രാക്ടിക്കലുമാണ് ഉള്ളത്. ഒരു പ്രാക്ടിക്കൽ കൊണ്ട് ഉദ്ദേശിച്ചത് സത്യത്തിൽ 7 പ്രാക്ടിക്കൽ അല്ലെങ്കിൽ 8 പ്രാക്ടിക്കൽ വേണം. ഒരു സ്റ്റുഡൻറ്റ് ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ കൈകളിൽ കിട്ടുന്ന മാനുവൽ, ഇപ്പോൾ ഞാനിത് ഹാൻഡ് ബുക്ക് ഓഫ് സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റ് ആൻഡ് ടെസ്റ്റിംഗ് എന്നുള്ള ഒന്നാണ് കാണിച്ചു തരുന്നത്. ഇത് സൈക്കോളജിക്കൽ എക്സ്പെരിമെൻ്റ് ആൻഡ് ടെസ്റ്റിംഗ്, എക്സ്പെരിമെൻറ്റ്സ് വേറെയാണ്, ടെസ്റ്റിംഗ് വേറെയാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ഹാൻഡ് ബുക്ക്. ഈ ഹാൻഡ് ബുക്ക് ഒരു സൈക്കോളജി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാഗ്ന കാർട്ടയാണ്. ബൈബിൾ ഓഫ് എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ വെൽത്ത് ഓഫ് നേഷൻ,
ആഡം സ്മിത്ത് എഴുതിയ ആ വെൽത്ത് ഓഫ് നേഷന് ബൈബിൾ ഓഫ് എക്കണോമിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഈ സൈക്കോളജിയുടെ ഒരു ഹാൻഡ് ബുക്ക്, അതുപോലെ നിങ്ങൾക്ക് പ്രാക്ടിക്കം ചെയ്യാൻ അഥവാ പ്രാക്ടിക്കൽസ് ചെയ്യാൻ ഹാൻഡ് ബുക്സ് തന്നിട്ടുണ്ടാവും, പ്രോജക്റ്റ് മാനുവൽ തന്നിട്ടുണ്ടാവും, ഇൻറ്റേൺഷിപ്പ് മാനുവൽ തന്നിട്ടുണ്ടാവും. അത് വളരെ നന്നായി വായിക്കണം. അത് വായിക്കുമ്പോഴാണ് കൂടുതൽ ഇൻഫർമേഷൻസ് മനസ്സിലാവുക. ഉത്തരം തൃപ്തികരമല്ല എങ്കിൽ വിശദീകരിച്ച് ചോദിച്ചോളൂ കേട്ടോ, ഒരു കുഴപ്പവുമില്ല. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് തരാം. ഇത് ഇന്ന് ക്ലാസ് നടക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു വരവ്. എന്തായാലും വളരെ നന്നായി. ഹാൻഡ് ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഹാൻഡ് ബുക്കിൽ വളരെ കൃത്യമായി നമ്മൾ പറയുന്നു ചില ടെസ്റ്റുകളുണ്ട്, ചിലത് എക്സ്പെരിമെൻറ്റ്സുകളുണ്ട്. ആ എക്സ്പെരിമെൻറ്റുകളുടെ കൂട്ടത്തിൽ ഇന്ന് ഒരു സൈക്കിളിൽ നടക്കുന്ന, ഇതിൻ്റെ ഇടയ്ക്ക് ചില രസങ്ങൾ പറയാനുണ്ട്. നമ്മുടെ തന്നെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിലെ ഒരു റെക്കോർഡാണ്. ആ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു സ്ഥാപനം ഞാനൊരു മോഡലിൽ ഇങ്ങനെ വച്ചിരിക്കുകയാണ്. അവരിലെ പൊതുവെ ഒരു 3rd ഇയർ ഡിഗ്രി സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡിൽ, കൊറോണ കാലമാണ് എന്ന് തോന്നുന്നു, ആകെ ഒരു 3rd ഇയർ പഠിക്കുന്ന കുട്ടിയുടെ പ്രത്യേകിച്ച് 150 മാർക്ക് വാങ്ങിച്ച് ഒരു പേപ്പർ എഴുതേണ്ട കുട്ടിയുടെ റെക്കോർഡിൽ ആകെ 5 പ്രാക്ടിക്കലേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അതിലും ഒരു പ്രാക്ടിക്കൽ തിയറി എന്ന് പറഞ്ഞിട്ട് കൗൺസിലിംഗ് ആൻഡ് ക്ലിനിക്കൽ അസസ്മെൻറ്റ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് സാധാരണ ഒരു ഫാൻ ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ, കട്ടിംഗ് പ്ലെയർ, നെറ്റ്, ബോൾട്ട്, ഇങ്ങനെയുള്ള മിനിമം ഇൻസ്ട്രുമെൻറ്റ്സ് വേണം. ആ ഇൻസ്ട്രുമെൻറ്റിനെ നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് പറയുന്നത് അത്ര നല്ല സംഗതിയില്ല. അതെല്ലാം നമ്മൾ സ്വാഭാവികമായും അറിഞ്ഞു വെക്കേണ്ട സംഗതികളാണ്. അതുപോലെ തന്നെ കേസ് സ്റ്റഡി, മെൻ്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്നത് ബേസിക് ആയിട്ടുള്ള ടൂളുകളാണ്. ആ 2 എണ്ണത്തിന് പ്രാക്ടിക്കൽ ചെയ്തു. പിന്നെ ഇവിടെ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ഇൻവെൻട്രിയും അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻവെൻട്രി ഫോർ കോളേജ് സ്റ്റുഡൻസും, ഈ 2 എണ്ണം മാത്രമാണ് ഈ സ്ഥാപനത്തിൽ ഒരു പ്രാക്ടിക്കലായി കൊടുത്തിരിക്കുന്നത്. നമ്മൾ സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസിനെ പറ്റി കുറച്ച് നേരത്തെ ചോദിച്ചതുകൊണ്ട് ഒരു കാര്യം പറയാം. ഒരു വ്യക്തി BA പഠിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, MA പഠിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ആ കുട്ടികൾ അവർ ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞ് അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പുറത്ത് പോകുമ്പോൾ നിർബന്ധമായും അവരൊരു 15 പ്രാക്ടിക്കലെങ്കിലും പഠിച്ചു വച്ചിരിക്കണം. സത്യത്തിൽ മനസ്സുകൊണ്ട് പന്താടുന്ന ഒരു വിഭാഗമാണല്ലോ മനഃശാസ്ത്രജ്ഞരായ നിങ്ങളെല്ലാവരും. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിയാണ് പഠിച്ചത്. നിങ്ങൾ അതിൽ ഒന്നും കൂടി സ്പെഷ്യലൈസ് ചെയ്ത് മനഃശാസ്ത്രം എന്നുള്ളതിലേക്കാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു കുട്ടിയുടെ ഫയറ്റസ് പീരീഡ് മുതൽ മരണം വരെ ഉള്ള എല്ലാ കാലഘട്ടത്തിലും, ഓക്കെ, ഫയറ്റസ് പീരീഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഗർഭധാരണ പീരീഡ് മുതൽ മരണം വരെ ഉള്ള എല്ലാ വിവിധ സ്റ്റേജുകളിലും ഓരോ മനുഷ്യനിലും ഉണ്ടാകുന്ന വ്യവഹാരത്തെപ്പറ്റി പഠിക്കുകയാണ് ഈ സംഭവം. അതിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഓർഡർ ഉണ്ടാകും. ആ ഓർഡർ ക്രമമല്ല എങ്കിൽ, ഓർഡർ കൃത്യമായി ഓർഡർ അല്ല എങ്കിൽ ഡിസോർഡർ ഉണ്ടാകും. ആ ഡിസോർഡർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു ചെറിയ കൈത്താങ്ങ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് അവിടെ റോളുള്ളൂ. അല്ലാതെ അയാളെ വളരെ നന്നാക്കി പുതിയ ഒരു ശില്പിയെ പോലെ അയാളെ റീക്രിയേറ്റ് ചെയ്യാനൊന്നും നമുക്ക് കഴിയില്ല. കഴിയുന്നത്ര ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഒരു സ്കഫോൾഡിങ്, ഒരു സുഹൃത്തായി ഒപ്പം നിന്ന് ചെയ്യുക എന്നുള്ളതാണ്. ടാക്ടോസ്കോപ്പിക് കാർഡിനെ പറ്റി മോള് ചോദിച്ചു. അതിൽ ഇതാണ് ആ ടാക്ടോസ്കോപ്പിക്സ് കാർഡിൽ. ആ കാർഡിന് 2 പ്രത്യേകതകളുണ്ട്. സ്പാൻ ഓഫ് അറ്റൻഷൻ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്പാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലയളവ് എന്നുള്ളത് പറയാം. ഒരു കുട്ടിക്ക് ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ, ചിലപ്പോൾ നമുക്ക് പ്രീ അഡോളസൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രീ അഡൽട്ട്ഹുഡ് ആയിരിക്കാം, പ്രീ ഓൾഡ് ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് അഡൽട്ട്ഹുഡ് ആയിരിക്കാം. അവർക്കുള്ള ഒരു അറ്റൻഷൻ, ആ ഒരു അറ്റൻഷൻ്റെ സ്പാൻ, ദൈർഘ്യം എത്ര എന്നുള്ളതിനെ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. ഒരു 90% കോളേജുകളിലും ഒറിജിനൽ മാനുവൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത.
ഒറിജിനൽ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി തരുമായിരിക്കും, പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൽ ഒറിജിനൽ ടൂളുകളാണ് വെച്ച് അത് 1 by 1 ആയി ഞാൻ പരിചയപ്പെടുത്തി മനസ്സിലാക്കി തരാം. ഇപ്പോൾ സ്പാൻ ഓഫ് അറ്റൻഷൻ്റെ വിഷ്വൽസിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് കാണുമ്പോൾ അയാൾക്ക് എത്രത്തോളം ഓർക്കാൻ കഴിയുന്നു, ആ കുട്ടിക്ക് എത്രത്തോളം ഓർക്കാൻ കഴിയുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ഇവിടെ ഒരു 40 മീനിങ് ഫുൾ സെൻറ്റൻസസ് ഉള്ള 15 നോൺ മീനിങ് ഫുൾ സെൻറ്റൻസ് ഉള്ള കുറേ കാർഡുകൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും. അതിന് ചില പ്രത്യേക ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ വച്ചിട്ടാണ് കാണിച്ചു കൊടുക്കുക. ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പം ഞാൻ എടുത്തു വച്ചിട്ടില്ല, അത് ലാബിലാണ് ഉള്ളത്. ഉദാഹരണം പറഞ്ഞാൽ ഇത് ഒന്ന് എന്താ എഴുതിയിരിക്കുന്നത്, ഒരു സെൻറ്റൻസ് ആണോ? ഇതൊരു ഇത് നോൺ മീനിങ് ഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. മീനിങ് ഫുൾ സെൻറ്റൻസ് അല്ല, കുറച്ച് അക്ഷരങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഇതിനെ B6 എന്നാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നോൺ മീനിങ് ഫുൾ ടൂളാണ്. ഇത് പെട്ടെന്ന് ഇത് കണ്ട ഉടനെ ആ കുട്ടി ഓർത്ത് BLSKR എന്ന് ആ കുട്ടി ഓർത്ത് പറയാൻ കഴിയുന്നു എങ്കിൽ ആ കുട്ടിയുടെ മെമ്മറി പവർ കുറച്ച് ഉണ്ട് എന്ന് നമ്മൾ, അപ്പോൾ മാനുവൽ ഉപയോഗിച്ച് സ്കോറിംഗ് ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ അവസാനം കണ്ടെത്തുകയാണ്. ഇത് എന്താണ് എഴുതിയിരിക്കുന്നത് ഒന്ന് ഓർത്ത് പറയാൻ പറ്റുമോ? നമ്മൾ ആദ്യം ഒരു മെഷീനിലിട്ട് ഇതിനൊരു അപ്പാരറ്റസ് ഉണ്ട്. ആ അപ്പാരറ്റസിലിട്ട് ഒരു 10 സെക്കൻഡ് ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കും. ചിലപ്പോൾ ഇത് 20 സെക്കൻഡ്, ചില സൈക്കോളജിസ്റ്റ് 30 സെക്കൻഡ് വരെ അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് അനുസരിച്ച് അത് നോക്കുമ്പോൾ അത് വായിക്കാൻ കിട്ടുമോ എന്നുള്ളത് പറയും. ഇത് നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് വേണമെങ്കിൽ ഞാനൊന്ന് മാറ്റി വയ്ക്കാം, ഇനി അതൊന്ന് ഓർക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. അങ്ങനെയുള്ള ചില പ്രാക്ടിക്കൽസ്. സപ്പോസ് ഞാൻ ഇനി അതിൻ്റെ വേറെ ഒരു സംഗതി നിങ്ങളെ കാണിച്ചു തരാം. ഇനിയുള്ള ഒരു 2 എണ്ണം. ഇത് A14 ആണ് കേട്ടോ ഞങ്ങളുടെ ഇടയിൽ. ഇതിങ്ങനെ കാണിച്ചു, ഒന്നിൽ വന്നു, അത് ഒരു 5 സെക്കൻഡോ 3 സെക്കൻഡോ 2 സെക്കൻഡോ കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് ചോദിക്കുമ്പോൾ അത് ഉത്തരം പറയാൻ ആ കുട്ടിക്ക് ചിലപ്പോൾ കഴിഞ്ഞു എന്നിരിക്കും. ഇതെന്താ എഴുതിയിരിക്കുന്നത്? റെപ്രസെൻറ്റേറ്റീവ്. ദാറ്റ് മീൻസ് അത് ഒരു മീനിങ് ഫുൾ വേർഡാണ്. അപ്പോൾ മീനിങ് ഫുൾ വേർഡും മീനിങ് ഫുൾ അല്ലാതെ ഇപ്പോൾ ഈ കാർഡൊന്ന് കാണിച്ച്, ഇത് മാനുവലി നമ്മുടെ കുട്ടികൾ തന്നെ, വിദ്യാർത്ഥികൾ തന്നെ എഴുതിയത്. എന്നിട്ട് അത് കുറേ കഴിഞ്ഞ് അത് എന്താണ് എഴുതിയത് ഒന്ന് ചോദിക്കുന്നു. അതെന്താണ് സംഭവം? ക്ലാസിഫിക്കേഷൻ. അങ്ങനെയുള്ള അപ്പോൾ ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായുള്ള അവരുടെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇടയിൽ ആ കുട്ടിക്ക് എത്രത്തോളം സ്പാൻ ഓഫ് അറ്റൻഷൻ കിട്ടുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അതിനൂതനമായ ഒരു പ്രോഗ്രാമാണ്. അതിനുള്ള ഇൻസ്ട്രക്ഷണൽ മാനുവലാണ്. ആ മാനുവലിന് വേണ്ടി വേറെ കുറേ സ്കോറിംഗ് കീയും എല്ലാം വെച്ച് നമ്മൾ ആ കുട്ടിയുടെ എത്രത്തോളം മെമ്മറി ഉണ്ട് എന്ന് മെഷർ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ്. വേറെ എന്തെങ്കിലും? സീരിയൽ വെർബൽ ലേണിംഗിനെ കുറിച്ചാണ്. ഏതാണ്? സീരിയൽ വെർബൽ ലേണിംഗ്. മെമ്മറി ഡ്രം. മെമ്മറി ഡ്രം. യെസ്. മെമ്മറി ഡ്രം എന്ന് പറയുന്നത് ഈ ഒരു അപ്പാരറ്റസ് ഉണ്ട്. മെമ്മറി ഡ്രം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 അടി 2 അടി 3 അടി വ്യാപ്തിയുള്ള ഒരു ഡ്രമ്മാണ്. അത് ഉപയോഗിച്ച് നമ്മൾ ചില ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതിൻ്റെ ഒറിജിനൽ മാനുവൽ നമുക്ക് കിട്ടുന്നുണ്ട്. 4 വേരിയബിൾ സ്പീഡ് വെച്ചിട്ടാണ് ഇവിടെ മെമ്മറി ഇത് നമ്മൾ കാണിക്കുന്നത്. മെമ്മറി ഡ്രമ്മിന് MDBV എന്നുള്ളത് ഒരു പ്രയോഗവും കൂടി അതിനുണ്ട്. അതിൻ്റെ ഇൻസ്ട്രക്ഷണൽ മാനുവലാണ്. മെമ്മറി ഡ്രം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ തീം എന്തൊക്കെയാണ്, അതിൻ്റെ സ്കോറിംഗ് കീ എങ്ങനെയൊക്കെയാണ്, അതിൽ ഏതൊക്കെയാണ് കാർഡുകൾ, ഇത്തരത്തിലുള്ള ഓരോ പദങ്ങൾ ആണ് ഉപയോഗിക്കുക. മീനിങ് ഫുള്ളും നോൺ മീനിങ് ഫുള്ളുമായിട്ടുള്ളത് ഉപയോഗിക്കും. അത് ഈ ഡ്രമ്മിലെ ഒരു പ്രത്യേക സ്ലൈഡിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഓരോന്ന് കട്ട് ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചു വെക്കുന്ന ഒരു സംഭവമാണ്. അത് ഓർക്കാൻ പറ്റുന്ന ഇതേപോലുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ് സംഭവവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഷ്വൽ ടെസ്റ്റിൻ്റെ 2 ഭാഗങ്ങളാണ് ഈ മെമ്മറി ഡ്രമ്മും മറ്റുള്ളതും. ഓക്കെ, വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയേണ്ടതുണ്ടോ? അത് നമുക്ക് ഇനി ലാബിലേക്ക് പോകണോ? അടുത്ത ഇതേ സംഗതിയിൽ തന്നെ ഉള്ളതാണ് ഒന്ന് പാസീവ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയുക. സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസിൽ എല്ലാ ടെസ്റ്റുകളുടെയും എല്ലാ എക്സ്പെരിമെൻറ്റുകളുടെയും പ്രാക്ടിക്കം 20 എണ്ണത്തിൽ കൂടുതൽ
നാമമാത്രമായ ഫീയിൽ, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, നാമമാത്രമായ ഫീയിൽ നമുക്ക് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോകാനുള്ള ഒരു പ്രോജക്റ്റുകളാണ്. മാത്രമല്ല അത്തരത്തിലുള്ള ഇൻറ്റേൺഷിപ്പിനും നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിലേക്ക് വരാവുന്നതാണ്. പാസീവ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒറിജിനൽ ടൂളാണ്. സാധാരണ നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം ഇങ്ങനെ ഒറിജിനൽ ടൂളുകൾ ഹാൻഡിൽ ചെയ്യില്ല, കാരണം അത് കേടുവരും എന്നുള്ള അർത്ഥത്തിൽ ഇത് അതിൻ്റെ ഒറിജിനൽ ടൂളാണ്. മാത്രമല്ല ഒറിജിനൽ ടൂളിലെ സ്കോറിംഗ് കീ ആണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്നത്. സ്കോറിംഗ് കീ അതിൻ്റെ മാനുവലാണ് ഈ കാണുന്നത്. മാനുവൽ അതിനെ ഓരോന്നും ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളത് റീയൂസബിൾ ബുക്ക്ലെറ്റ് എന്ന് പറയും. റീയൂസബിൾ ബുക്ക്ലെറ്റ് എന്ന് പറയും. അത് ആ ബുക്ക്ലെറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ആവശ്യമായിട്ടുള്ള ആൻസർ ഷീറ്റ് രേഖപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലുള്ള ഷീറ്റുകൾ. അതിൽ കൃത്യമായി അതിൽ പറയും എത്ര ടെസ്റ്റുകളാണ് ഉള്ളത്, ആ ഓരോ ടെസ്റ്റിനും നമ്മൾ ഉപയോഗിക്കുന്നത് PTCയുടെ ആൻസർ ഷീറ്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കൃത്യമായി അതിൻ്റെ ആൻസർ ഷീറ്റുകൾ പറയും. അത് റീയൂസബിൾ ആയിട്ടുള്ളതുമാണ്, പക്ഷേ നമ്മളത് ഏറ്റവും പുതിയതാണ് കൊടുക്കുന്നത്. ഓക്കെ, മറ്റൊരു സുപ്രധാനമായ സംഗതി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഡ്രോ എ മാൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഇൻ്റലിജൻസ് IQ മെഷർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഡ്രോ എ മാൻ ടെസ്റ്റ്. അത് ഈ മാനുവൽ ഉപയോഗിച്ചിട്ടാണ് ഡ്രോ എ മാൻ ടെസ്റ്റ് നടത്തുക. അതിൻ്റെ തന്നെ ഒരു കൂടപ്പിറപ്പ് ഒരാളുണ്ട്, അതിനെ ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ് എന്നാണ് പറയുക. ഡ്രോ എ മാൻ ടെസ്റ്റും ഡ്രോ എ പേഴ്സൺ ടെസ്റ്റും IQ മെൻഷൻ ചെയ്യാൻ വേണ്ടി, IQ EQ ഒക്കെ കേട്ടിട്ടുണ്ടല്ലേ, ഇമോഷണൽ കോഷ്യൻ്റ്, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്, അത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ്. ഈ സത്യത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ 12ാം ക്ലാസ്സിൽ സൈക്കോളജിയിലെല്ലാം ഈ ഡ്രോ എ മാൻ ടെസ്റ്റ് ബെന്നറ്റിൻ്റെ ഒറിജിനൽ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് എത്രയോ കുട്ടികൾ പ്രാക്ടീസ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇത്തിരി കഴിഞ്ഞ് റൂമുകൾ വിസിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സൈക്കോളജി ലാബ് വിസിറ്റ് ചെയ്യുക, സൈക്കോളജി ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെടുക. പോകുമ്പോൾ നിർബന്ധമായും ഓഫീസിൽ നിന്ന് എൻ്റെ വിസിറ്റിംഗ് കാർഡ് വാങ്ങിക്കാൻ മറക്കരുത്. പങ്കെടുത്തതിന് വളരെ സന്തോഷം. നമ്മളുടെ ഡീറ്റെയിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടാൻ ഒരു വെബ് അഡ്രസ്സ് ഒന്ന് നോട്ട് ചെയ്തോളൂ. മൊബൈൽ ഉണ്ടെങ്കിൽ ഒന്ന് ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചാലും മതി. www.cbskerala.in. CBS ഓർക്കാൻ അത് മാത്രം മതി. സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസിൻ്റെ ആദ്യത്തെ 3 അക്ഷരം CBS Kerala.in. ഇത് ഒരു MSME ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ്. ISO 9001 2015 സ്റ്റാൻഡേർഡ് സ്ഥാപനമാണ്. എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് നേരിട്ട് എന്നോട് എന്തെങ്കിലും വാട്സപ്പിൽ ചോദിക്കണം എന്നുണ്ട് എങ്കിൽ ദയവേത് നേരിട്ട് വിളിക്കുന്നതിനേക്കാൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ മൊബൈൽ നമ്പർ 7012461727. ഓക്കെ, എന്തായാലും പങ്കെടുത്തതിൽ അത്യധികം സന്തോഷം. താങ്ക് യു. നന്ദി, നമസ്കാരം.